الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. فقد قال الله سبحانه وتعالى في كلامه العزيز: وإذ يعدكم الله إحدى الطائفتين أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين ليحق الحق ويبطل الباطل ولو كره المجرمون. إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين وما جعله الله إلا بشرى ولتطمئن به قلوبكم وما النصر إلا من عند الله إن الله عزيز حكيم. صدق الله مولانا العظيم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യത്തിന്റെയും കരുണയുടെയും പേരിൽ പുണ്യമായ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ ഗണത്തിൽ നമ്മെയും ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളെയും അണിചേർക്കുമാറാകട്ടെ. റമളാനിന്റെ ശേഷിക്കുന്ന എല്ലാ ഓരോ നിമിഷങ്ങളും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സാലിഹായ അമലുകളിലായി ഈമാനികമായ ആവേശത്തിലായി പൂർത്തീകരിക്കുന്നതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കും ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് രൂപപ്പെട്ടിരിക്കുന്ന എല്ലാവിധമായ ഫിത്നകളിൽ നിന്നും ഭീകരതകളിൽ നിന്നും തീവ്രതയിൽ നിന്നും യുദ്ധമുഖങ്ങളിൽ നിന്നും ഈമാനിന്റെ അകലുകാരെ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. സയനിസ്റ്റ് നിഗൂഢ ശക്തികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിന്റെയും സമാധാനത്തിന്റെയും നീതിയുടെയും വഴിയിലേക്ക് അടുപ്പിക്കുമാറാകട്ടെ. അവന്റെ അദലിയായ തീരുമാനത്തിൽ അപ്രകാരം അവർക്ക് സത്യത്തിന്റെ വഴി നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവരുടെ എല്ലാ നിഗൂഢതകളും അല്ലാഹു തകർത്തു പൊളിച്ചു കളയുമാറാകട്ടെ. പുണ്യമായ റമളാനിൽ നിന്നും ശ്രദ്ധേയമായ ഒരു ദിവസത്തിലാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. പരിശുദ്ധമായ റമളാൻ എന്ന് മാത്രമല്ല, ലോകത്ത് സത്യത്തിൻ്റെതായ ധ്വനികൾ നിലനിൽക്കുന്നതിന് കാരണമായ ബദറിൻ്റെതായ രണാങ്കണം അരങ്ങേറിയതായ രാവിലേക്കാണ് നമ്മളുടെ പ്രവേശനം. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ദീനിൻ്റെതായ നിലനിൽപ്പിന് കാരണമാക്കിയ, ലോകത്തെ എല്ലാ മനുഷ്യരോടും നീതിയും സമാധാനവും സത്യവും നടപ്പിലാക്കുന്നതിന് വഴിതെളിച്ചുകൊണ്ടുള്ളതായ ഒരു യാഥാർത്ഥ്യത്തെ ലോകത്ത് ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തതായ പുണ്യമായ മൈതാനമാണ് ബദറിൻ്റെതായ മൈതാനം, രണാങ്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഇപ്രകാരം
ഒരു സന്നാഹത്തിലൂടെ ദീനിനെ സജീവമാക്കുന്നതിന് തീരുമാനിച്ചത്. മനുഷ്യ മനസ്സുകളെ അകറ്റുവാനും മനുഷ്യ കുടുംബത്തെ ഭിന്നിപ്പിലാക്കുവാനും മനുഷ്യരെ ചേരിതിരിവിലാക്കി നിർത്തിക്കൊണ്ട് സ്വാർത്ഥമായ താല്പര്യങ്ങളെയും ലോകത്ത് നടമാടിക്കൊണ്ടിരുന്നതായ ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധമായ തൗഹീദിന്റെ സത്യത്തിന്റെ വാഹകരാകുന്ന ബദറിൻ്റെതായ രണാങ്കണത്തിലേക്ക് തങ്ങളുടെ നേതൃത്വത്തിൽ സഹാബാക്കളുടെ വരവ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിന്റെ ആദ്യം മുതൽ അവസാനം വരെയും അവന്റെ റഹ്മത്ത് കൊണ്ടും അവന്റെ മഗ്ഫിറത്ത് കൊണ്ടും സ്വർഗീയ പ്രവേശനം കൊണ്ടും അനുഗ്രഹീതമാക്കിയിരിക്കുന്നതായ ഈ സുദിനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സത്യത്തെ ഊട്ടി ഉറപ്പിക്കുക എന്ന് പറയുന്ന വലിയ പരമോന്നതമായ ലക്ഷ്യത്തോടു കൂടിയാണ് ബദറിൻ്റെതായ രണാങ്കണത്തിലേക്ക് മുഅ്മിനീങ്ങളുടെ സംഘത്തെ അല്ലാഹു എത്തിച്ചത്. മുഅ്മിനീങ്ങളുടെ അന്നത്തെ മാനസികമായ അവസ്ഥയും സാഹചര്യവും അവരുടെ ബാഹ്യമായ ചുറ്റുപാടുകളും അവരുടെ സാഹചര്യങ്ങളുമൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഒരു മൽപ്പിടുത്തത്തെയോ അല്ലെങ്കിൽ ഒരു യുദ്ധത്തെയോ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും അവർ ആഗ്രഹിച്ചിരുന്നതല്ല. അവർ ആ ഉദ്ദേശത്തോടു കൂടിയല്ല നബിതങ്ങളോടൊപ്പം പുറപ്പെട്ടിരുന്നത് എന്ന കാര്യവും വ്യക്തമായി അറിയപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ആ വാക്ക് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വഇദ് യഅദുകുമുല്ലാഹു ഇഹ്ദ ത്വായിഫതൈനി അന്നഹാ ലക്കും വതവദ്ദൂന അന്ന ഗൈറ ദാത്തി ശൗകതി തകൂനു ലക്കും വയുരീദുല്ലാഹു അൻ യുഹിഖൽ ഹഖ ബികലിമാതിഹി വയഖ്തഅ ദാബിറൽ കാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിനെ അനുസ്മരിക്കുമ്പോൾ ബദറിനെ ബദരീങ്ങളുടെ അല്ലെങ്കിൽ ഈ പ്രത്യേകമായ ദിനത്തിൽ മാത്രമല്ല അല്ലാഹു അതിന്റെ അനുസ്മരണം നിലനിർത്തിയിരിക്കുന്നത്. മറിച്ച് ലോകത്ത് ലക്ഷോപലക്ഷം ആൾക്കാർ ഓരോ ദിവസവും ഓരോ സമയവും പരിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്യുക വഴിയായി ദിനേന ലക്ഷോപലക്ഷം പ്രാവശ്യം ബദറിനെ സ്മരിക്കുന്ന ഒരു സ്മരണയാണ് ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും പരിശുദ്ധമായ ഖുർആനിന്റെ മാസമാകുന്ന റമളാനിൽ ബദറിൻ്റെതായ ആ രണാങ്കണങ്ങളെയെല്ലാം വളരെ ആവർത്തിച്ച് പൂർത്തീകരിക്കപ്പെടുന്ന ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങളെ നമുക്ക് ദർശിക്കാൻ കഴിയും. ആ നിലയിൽ പ്രത്യേകമായ ഒരു സാഹചര്യമോ ഒരു സന്ദർഭമോ എന്ന് മാത്രമല്ല, ഈമാനിക സമൂഹത്തിന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ബദറിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീഅത്തുൽ ഇസ്ലാം ഇസ്ലാമിക സംവിധാനത്തെ ലോകത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. ആ സാഹചര്യങ്ങളെയെല്ലാം നാം ഓർക്കുന്നതിനോട് കൂടി തന്നെ സന്ദർഭവും സാഹചര്യവും വരുമ്പോൾ അതിനെ പ്രത്യേകമായി അയവിറക്കലും അത് ഈമാനികമായ വർധനവിന് കാരണമായി തീരലും ഈമാനികമായ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈമാനികമായ കിരണങ്ങളെ പ്രകാശകിരണങ്ങളെ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഊതി വീർപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ആ വിഷയത്തിൽ ഈമാനിക സമൂഹത്തിന്റെ മേൽ അർപ്പിതമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ പ്രത്യേകമായി സ്മരിക്കലും അതുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങളും സന്ദർഭോചിതമായി നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലാഹു തിരഞ്ഞെടുത്ത ഒരു സന്ദർഭവും സാഹചര്യവുമാണ് ബദറിൻ്റെതായ സാഹചര്യമെന്ന്
പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ഇപ്രകാരം ഒരു സംവിധാനം ഒരുക്കിയത് ലോകത്തുള്ള മനുഷ്യ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി, പ്രതികാരം തീർക്കാൻ വേണ്ടി, വൈരാഗ്യം അവരുടേതായ കുടുംബ കലഹങ്ങളായി രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആൾബലവും ആയുധബലവും തമ്മിൽ ഏറ്റുമുട്ടി ദുർബലരായ ഒരു സമൂഹത്തിൻ്റെതായ മനുഷ്യ കുടുംബത്തെ ശിഥിലമാക്കുവാനും മനുഷ്യ കുടുംബത്തിന്റെ കൂട്ടായ്മയെ തകർത്ത് കളയുവാനും വേണ്ടിയുള്ള ഒരു നയമായിരുന്നില്ല ഇസ്ലാമിക യുദ്ധങ്ങളൊന്നും തന്നെ. ഇസ്ലാമികമായ യുദ്ധങ്ങളെല്ലാം അരങ്ങേറിയത് പിടിച്ചു നിൽപ്പിന്റെയും നിലനിൽപ്പിന്റെയും രംഗത്ത് മാത്രമാണ്. ഒരാളോടും അനീതി കാണിക്കുവാൻ, ആരെയും ആക്രമിക്കുവാൻ, ഒരു മനുഷ്യ മനസ്സിനെയും ഭിന്നിപ്പിക്കുവാൻ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചോമന മക്കളുടേതായ മാറിടത്തിലേക്ക് അവരുടെ സയനിസ്റ്റ് വിഭാഗത്തിൻ്റെതായ ഭീകരതയെ അടിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും ആ രീതിയായിരുന്നില്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെതായ നിലനിൽപ്പിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള മാർഗങ്ങളെല്ലാം. ആ മാർഗത്തെ സംബന്ധിച്ച് അന്നത്തെ സഹാബാക്കളുടെ മാനസികമായ അവസ്ഥയാണ് പറയുന്നത്. وَإِذْ يَعِدُكُمُ اللَّهُ إِحْدَى الطَّائِفَتَيْنِ أَنَّهَا لَكُمْ تَوَدُّونَ أَنَّ غَيْرَ ذَاتِ الشَّوْكَةِ تَكُونُ لَكُمْ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് ചെയ്ത ഒരു വാഗ്ദാനത്തെ അനുസ്മരിപ്പിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ബദറിന്റെ രണാങ്കണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാഗ്ദാനം പറയുന്നത്. ഇസ്ലാമിക യുദ്ധങ്ങളെല്ലാം അരങ്ങേറിയത് മനുഷ്യനെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടല്ല, പിഞ്ചു കുഞ്ഞുങ്ങളുടെ മാറിടത്തിലേക്ക് ആറ്റം ബോംബുകളെ പതിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരു യാഥാർത്ഥ്യത്തെ ലോകത്ത്, ഒരു സത്യത്തെ ലോകത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഇസ്ലാമിക രംഗങ്ങളെല്ലാം അരങ്ങേറിയത് എന്ന കാര്യം ലോകത്തുള്ള എല്ലാ ബുദ്ധിമാന്മാരും എല്ലാ ചരിത്രകാരന്മാരും ന്യായമായും മാനുഷികമായ മൂല്യങ്ങളെ പരിഗണിക്കുന്ന മനുഷ്യ വിഭാഗങ്ങളിൽപ്പെട്ട ഉന്നതന്മാരെല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിന്റെ രണാങ്കണത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ് വഇദ് യഅദുകുമുല്ലാഹു ഇഹ്ദ ത്വായിഫതൈനി അന്നഹാ ലക്കും. അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തതായ സന്ദർഭം, രണ്ട് സംഘങ്ങളിൽ ഒരു സംഘത്തിന്റെ മേൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധ്യമാകുന്നതാണ് എന്ന് അല്ലാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തതായ സന്ദർഭത്തെ ഓർത്താലും എന്താണ് രണ്ട് സംഘങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശം? അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ളതായ വർത്തക സംഘത്തെയും ആ വർത്തക സംഘത്തിൻ്റെതായ സംഘത്തെ നേരിടുവാനും അവരെ സാമ്പത്തികമായ നിലയിൽ കൂടി ക്ഷയിപ്പിക്കുവാനുമുള്ള ഉദ്ദേശത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബാക്കളും മദീനയിൽ നിന്നും പുറപ്പെട്ടതായ വിവരം മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് അബൂ സുഫിയാൻ മക്കയിലെ ഖുറൈശി കുടുംബങ്ങളിലേക്ക് ദൂതനെ അയച്ചു, അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. കേൾക്കേണ്ട താമസം മാത്രം അബൂജഹലിന്റെ നേതൃത്വത്തിൽ അവരുടെ എല്ലാവിധമായ സൈന്യബലങ്ങളും ആൾബലവും എല്ലാവിധമായ കഴിവുകളും വിനിയോഗിച്ചുകൊണ്ട് 1000-ൽ പരം വരുന്നതായ യുദ്ധഭടന്മാർ, ധീരന്മാർ, ആൾശേഷിയുള്ളവർ, തന്റേടമുള്ളവർ, യുദ്ധപാടവമുള്ളവർ എന്ന് വേണ്ട മുഴുവൻ ആധിപത്യത്തിന്റെയും സന്നാഹങ്ങളോടുകൂടി വരുന്ന അബൂജഹലിന്റെ നേതൃത്വത്തിൽ വരുന്നതായ ഒരു സംഘം, യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുന്ന യുദ്ധസംഘം എന്ന് തന്നെ അവരെ വിശേഷിപ്പിക്കാം. ഈ നിലയിൽ യുദ്ധത്തെ പ്രതീക്ഷിക്കാതെ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരുന്ന വർത്തക സംഘത്തെ അഭിമുഖീകരിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ലക്ഷ്യമാക്കിയതും ഉദ്ദേശിച്ചതും എന്താണ് എന്ന് തുടർന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തെ അഭിമുഖീകരിക്കാതെ സമാധാനത്തിന്റെ ഭാഗത്തിലൂടെയുള്ള വർത്തക സംഘത്തെ നേരിടുകയും അവരിൽ നിന്നും അവരുടേതായ സാമ്പത്തികമായ രംഗങ്ങളെ പരാജയപ്പെടുത്തി തകർത്ത് കളയാനും വേണ്ടിയിട്ടുള്ള ഒരു മാർഗവുമായി നിങ്ങൾ പുറപ്പെട്ടു വരുമ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് രണ്ടാൽ ഒന്നാണ്. അഥവാ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരുന്ന നർത്തക സംഘത്തെ അഭിമുഖീകരിക്കാൻ, അവരിൽ വിജയം നേടുവാൻ, അല്ലെങ്കിൽ അബൂജഹലിന്റെ നേതൃത്വത്തിൽ വരുന്ന യുദ്ധഭടന്മാരോട് നേരിട്ട് വിജയം കണ്ടെത്തുവാൻ. സ്വാഭാവികമായും ഈ സംഘത്തിന്റെ മാനസികമായ ആഗ്രഹം ഇപ്രകാരം രൂപപ്പെടാനുള്ള പ്രധാനമായ കാരണം സഹാബത്തിന്റെ അന്നത്തെ സാഹചര്യത്തിലുണ്ടായിരുന്ന അവരുടെ ചുറ്റുപാടുകളാണ്. യുദ്ധപാടവമുള്ളവരായിരുന്നില്ല, ആൾബലമുള്ളവരായിരുന്നില്ല, ആയുധശേഷിയുള്ളവരായിരുന്നില്ല. വിശപ്പിന്റെ കാഠിന്യത്താൽ, റമദാനിൻ്റെതായ നോമ്പിന്റെ കാഠിന്യത്താൽ ആ നിലയിലുള്ളതായ ആരോഗ്യപരമായ ബലഹീനതകളും ഒരുപക്ഷെ അവരിൽ പ്രകടമായി കാണാമായിരുന്നു. എങ്കിലും അതൊരിക്കലും അവരെ ബാധിക്കുകയില്ല. അവരുടെ മനസ്സിലുള്ളതായ ഈമാനികമായ ശക്തി അവരുടെ ആരോഗ്യത്തെയും അവരുടെ സാമ്പത്തികമായ ശേഷിയെയും അവരുടെ ആയുധബലത്തെയും ഒന്നും സ്വാധീനിക്കുകയില്ല. എങ്കിലും സഹാബാക്കളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത് വർത്തക സംഘത്തെ അഭിമുഖീകരിക്കലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. അഥവാ ബദറിൻ്റെതായ രണാങ്കണത്തിലൂടെ, ആ ബദരീങ്ങളുടേതായ സാഹചര്യത്തിലൂടെ ലോകത്ത് സത്യം പുലരണം, എന്നേക്കുമായി ലോകത്ത് സമാധാനം നിലനിൽക്കണം, ലോകത്ത് എന്നേക്കുമായി നീതിയുടെ കവാടങ്ങൾ തുറക്കപ്പെടണം. അതിന് എന്താണോ ആവശ്യമായത് അത് നിലവിലുള്ളതായ സത്യത്തിന്റെ വാഹകരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്ന ലക്ഷ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചത്, ഉദ്ദേശിച്ചത്. അല്ലാഹു അത് തന്നെ എടുത്തു പറയുന്നുണ്ട്. ലിയുഹിഖൽ ഹഖ വയുബ്തിലൽ ബാതില വലൗ കരിഹൽ മുജ്രിമൂൻ. ബദറിലൂടെ നാം ഉൾക്കൊള്ളേണ്ടതായ ഗുണപാഠങ്ങൾ, ബദറിനെ അനുസ്മരിക്കുമ്പോൾ ഈമാനിക സമൂഹം എന്താണ് സ്വീകരിക്കേണ്ടത്, ബദറിലൂടെ എന്താണ് നേടിയെടുക്കേണ്ടത്. നമ്മൾ കാണുന്നത് പോലെ ഇന്നത്തെ ഭാഗ്യമായ ചുറ്റുപാടുകളിൽ കാണുന്ന ഭക്ഷണവും പദാർത്ഥങ്ങളും സാമ്പത്തികമായ രംഗങ്ങളും അതേ പ്രകാരം തന്നെയുള്ള താൽക്കാലികമായ ഭൗതികമായ ജീവിതത്തിന്റെ എന്തെങ്കിലും നേട്ടങ്ങളാണോ ബദരീങ്ങളെ സ്മരിക്കൽ കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിനെ സ്മരിക്കൽ കൊണ്ട് ഈമാനിക സമൂഹത്തിന് ലക്ഷ്യമാക്കുന്നത് അവരുടെ ഈമാനികമായ സംരക്ഷണമാണ്. ഈമാനികമായ സംരക്ഷണം പരിശുദ്ധമായ ദീനിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒരു അമലുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലാഹു ജനങ്ങളോട്, മനുഷ്യരോട് കൽപ്പിച്ചിട്ടില്ല എന്നത് വളരെ ആധികാരികമായ ഒരു അടിസ്ഥാനമാണ്. ഏത് അമലുകൾ നമ്മൾ നോക്കിയാലും, ഏത് അമലുകളിലേക്ക് നാം കണ്ണോടിച്ചാലും നമുക്ക് കാണാവുന്ന ഒരു യാഥാർത്ഥ്യം, നമ്മളുടെ ഹൃദയങ്ങളിലുള്ള ഈമാനികമായ പ്രകാശകിരണത്തെ ശക്തിപ്പെടുത്തുക, പ്രകാശിപ്പിക്കുക, അതിന് പ്രഭയും അതിന് തേജസ്സും അതിന് ഓജസ്സും ഉണ്ടാക്കി തീർക്കുക എന്ന് പറയുന്ന ഉയർന്ന ലക്ഷ്യമാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിയമങ്ങളിലൂടെ നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന കാര്യം സുതരാം വ്യക്തമാകുന്നതാണ്. നമ്മൾ നിറവേറ്റുന്ന 5 നേരത്തെ നമസ്കാരം ജുമുഅയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടു. ജുമുഅയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടത് എങ്ങനെയാണ്, ഏത് പദങ്ങൾ പറഞ്ഞിട്ടാണ്? ഓരോ മുഅ്മിനായ മനുഷ്യന്റെയും ഹൃദയങ്ങളിൽ നിലകൊള്ളുന്ന ഈമാനികമായ ആ തരികളെ, ഈമാനികമായ തീപ്പൊരികളെ അത് ഊതി വീർപ്പിച്ചുകൊണ്ടാണ്. അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നു, വഹ്ദാനിയത്തിനെ പ്രശംസിക്കുന്നു, റിസാലത്തിനെ അംഗീകരിക്കുന്നു. ഹയ്യ അലസ്സലാ. ഈ 3 കാര്യങ്ങളും രൂപപ്പെടുത്തിയിട്ടാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിക സമൂഹത്തെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്നത്. പരിശുദ്ധമായ ഹജ്ജിൻ്റെതായ വേളയിൽ നമ്മൾ എല്ലാവരും ഹജ്ജിന് വേണ്ടി നമ്മുടെ ശരീരവും സമ്പത്തുമെല്ലാം ചെലവഴിച്ച് നമ്മൾ യാത്രയാകുമ്പോൾ, നമ്മൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ എന്ത് അമലാണ് അവിടെ രൂഢമൂലമാക്കുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക
ലാ ശരീക ലക്. അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ ലോകത്തുള്ള മുഴുവൻ മനസ്സാക്ഷിയുടെയും കേന്ദ്രബിന്ദുവാകുന്ന കഅബാലയത്തിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അടിയനിതാ നിന്റെ വിളിക്ക് ഉത്തരം നൽകി നിന്റെ ദർബാറിൽ എത്തിയിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. വഹ്ദാനിയത്തിനെ രൂഢമൂലമാക്കലാണ് ഹജ്ജിൻ്റെതായ അമലുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമാക്കിയിരിക്കുന്നത്. പരിശുദ്ധമായ വ്രതാനുഷ്ഠാനത്തിലൂടെയും അല്ലാഹു ലക്ഷ്യമാക്കിയിരിക്കുന്നത് എന്താണ്? പരിശുദ്ധമായ നോമ്പിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമാക്കിയിരിക്കുന്നത് എന്താണ്? അല്ലാഹുവിന്റെ റിളാഹിനെ സമ്പാദിക്കലാണ്, അല്ലാഹുവിനോടുള്ള സ്നേഹം രൂപപ്പെടുത്തിയെടുക്കലാണ്, അല്ലാഹുവുമായി ലയിച്ചു ചേരലാണ്, അല്ലാഹുവിന്റെ സംരക്ഷണം ഈ സമൂഹത്തിന് ഏർപ്പെടുത്തലാണ്. അല്ലാഹുവിന്റെ സംരക്ഷണത്തിലൂടെ അല്ലാഹുവിന്റെ തജല്ലിയത്താകുന്ന ജലാലിയത്തിന്റെ നൂറിലേക്ക് ഓരോ മുഅ്മിനായ മനുഷ്യന്റെയും ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുക എന്ന് പറയുന്ന പരമോന്നത ലക്ഷ്യമാണ് പരിശുദ്ധമായ റമദാനിലൂടെ വഹ്ദാനിയത്തിനെ അല്ലാഹു രൂഢമൂലമാക്കുന്നത്. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പരിശുദ്ധമായ റമദാനിന്റെ ഓരോ പദങ്ങളെയും ഓരോ അക്ഷരങ്ങളെയും എണ്ണിക്കൊണ്ട് റാഇലുള്ളയാണ്, മീമ് മഹബ്ബത്തുള്ളയാണ്, അലിഫ് ഉൽഫത്തുള്ളയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലയിൽ കൂടി ളാദ് ലമാനുള്ളയാണ്, നൂന് നൂറുള്ളയാണ്. അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിനെ എന്റെയും നിങ്ങളുടെയും ശരീരത്തിന്റെ ഉള്ളറകളിലേക്ക് രൂഢമൂലമാക്കി തീർക്കുക എന്ന് പറയുന്ന പരമോന്നതമായ ലക്ഷ്യമാണ് നോമ്പിലൂടെ ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ടത്. ആ പരിശുദ്ധമായ നോമ്പിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന സത്യത്തെ യാഥാർത്ഥ്യമാക്കുക. എന്താണ് സത്യം? ലോകത്തെ ഏറ്റവും വലിയ സത്യം അല്ലാഹുവിന്റെ വഹ്ദാനിയത്താണ്. അതിന് എതിര് പ്രവർത്തിക്കുന്നത് എന്തായിരുന്നാലും അത് അക്രമമാണ്, അനീതിയാണ്, നീതികേടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യാഥാർത്ഥ്യത്തെ ലോകത്തിന്റെ സിനാ കേന്ദ്രങ്ങളിൽ മുഴുവനും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ബദറിന്റെ രണാങ്കണത്തിലേക്ക് നബിതങ്ങളെയും സഹാബത്തിനെയും കൊണ്ടെത്തിച്ചത്. ലിയുഹിഖൽ ഹഖ വയുബ്തിലൽ ബാതില വലൗ കരിഹൽ മുജ്രിമൂൻ. ബദറിന്റെ ലക്ഷ്യമാണത്. പരിശുദ്ധ ഖുർആനാണ് സൂറത്ത് അൻഫാലിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം മുതലിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില സന്ദർഭങ്ങളിൽ തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം വിശദീകരിക്കാൻ സമയമല്ല ഇതിന്റെ പേരിൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും ബദർ അരങ്ങേറിയത് ഈ ലോകത്ത് വഹ്ദാനിയത്തിന്റെ കേന്ദ്ര ബിന്ദുവാകുന്ന വഹ്ദാനിയത്തിന്റെ ദീനിന്റെ കേന്ദ്ര ബിന്ദുവാകുന്ന വഹ്ദാനിയത്ത് ലോക മനസാക്ഷിയുടെ നെറുകയിൽ ഉയർത്തിപ്പിടിക്കപ്പെടാൻ വേണ്ടിയിട്ട് കാരണമാകണം. ഇന്ന് ഈ ദുർബലമായ സഹാബത്തിനെ പരാജയപ്പെട്ടു പോയാൽ ഈ ലോകത്ത് നിന്നെ സ്മരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിന്റെ രണാങ്കണത്തിൽ പറഞ്ഞ അനുസ്മരണം നിങ്ങൾ എല്ലാവരും ഓർക്കുന്നത് ഉചിതമായിരിക്കും. അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആരാധനകളുടെയും എല്ലാ കർമ്മങ്ങളുടെയും സ്ഥിരാകേന്ദ്രം, അതിന്റെ യഥാർത്ഥമായ കണക്ഷൻ അതൊരു മുഅ്മിനിന്റെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന സത്യമാകുന്ന ഈമാനികമായ ദർപ്പണത്തിലേക്കാണ്. എന്തിനാണ് പരിശുദ്ധമായ റമദാൻ എനിക്ക് നിങ്ങൾക്ക് നൽകിയിട്ട് ആ പരിശുദ്ധമായ റമദാനിൽ നിങ്ങൾ 4 കാര്യങ്ങളെ വർദ്ധിപ്പിക്കണം. അതിൽ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് അനിവാര്യമായതാണ്. 2 കാര്യങ്ങൾ നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു തന്നു. എന്താ പറഞ്ഞത്? 2 കാര്യങ്ങളിൽ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ നഫ്സിനെ നിയന്ത്രിക്കാനുള്ള വിശപ്പ് എനിക്ക് നൽകി. എന്റെ പൈശാചികമായ പ്രേരണകളെ അകറ്റി നിർത്താൻ റമദാനിന്റെ കവാടം തുറക്കപ്പെട്ടപ്പോൾ തന്നെ പൈശാചികമായ കവാടങ്ങളെ പൂട്ടിയടയ്ക്കപ്പെട്ടു. മനുഷ്യ വികാരങ്ങളെയും വിചാരങ്ങളെയും അറുതിക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ളതായ വിശപ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ദുനിയാവിന്റെ മുഴുവൻ ചുറ്റുപാടുകളിലുമുള്ള കെണിയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിലൂടെ അല്ലാഹു പരിചയം ഏർപ്പെടുത്തി. അസ്സൗമു ജുന്ന, നോമ്പൊരു പരിചയാണ്. തന്റെ ശരീരത്തിലേക്ക്, തന്റെ ഈമാനിക ദർപ്പണത്തിലേക്ക് കടന്നു വരുന്ന പാപകർമ്മങ്ങളെയും ശിർക്കുകളെയും പ്രതിരോധിച്ചു നിൽക്കാനുള്ള ആർജവം നേടിയെടുക്കലാണ്. അതുകൊണ്ടാണ് പറയുന്നത് മഹാന്മാരായ ഉലമാക്കൾ ആ വാക്കിനോടൊപ്പം അഷ്ഹദു എന്ന വാക്ക് ചേർത്ത് പറയുന്നത്. ചെറുതെ ഒരു ദിക്റല്ല ഇത്. നമ്മൾ ഓരോരുത്തരും പറയുന്ന ഒരു ആരാധന മാത്രമല്ല,
ഒരു വാചകം മാത്രമല്ല, മുഅ്മിന്റെ ഹൃദയം തുടിക്കണം, പിടയ്ക്കണം. എന്ത് വിഷയത്തിലാകണം? എന്റെ ഉടമസ്ഥനായ അല്ലാഹുവുമായിട്ട് എന്നെ ബന്ധിപ്പിക്കാനുള്ള അല്ലാഹുവിന്റെ ജലാലിയത്തിന്റെ പ്രകാശം, വഹ്ദാനിയത്തിന്റെ മന്ത്രധ്വനികൾ എന്റെ ശരീരത്തിന്റെ ഹൃദയഭാഗത്തിലേക്ക് കടന്നു വരികയും അതിലൂടെ എന്റെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളിലും ആ പരിശുദ്ധമായ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ വേണ്ടിയിട്ടുമാണ് പരിശുദ്ധമായ റമദാൻ നിയമമാക്കിയത്. ലിസ്സായിമി ഫർഹത്താൻ ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി. നോമ്പുകാരന് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് സന്തോഷം നൽകിയിട്ടുണ്ട്. ഒന്നാമത്തത് നാം എല്ലാവരും അനുഭവിക്കുന്നവരാണ്. അതിന്റെ മാധുര്യമോ അതിന്റെ അനുഭൂതിയോ ആർക്കും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. നോമ്പുകാരൻ്റെതായ സന്തോഷം നോമ്പ് പൊറിക്കുന്നതായ സമയത്തുണ്ടാകുമെങ്കിൽ നോമ്പുകാരന്റെ അടുത്ത സന്തോഷം എപ്പോഴാണ്? അവന്റെ പരിശുദ്ധനായ റബ്ബിനെ, പരിപാലനയായ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോഴാണ്. എവിടെയാണ് നോമ്പുകാരൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത്? നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ എന്നെ തന്നെ അതിന്റെ നോമ്പുകാരന് പ്രതിഫലമായി നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി തങ്ങളുടെ തിരുനാവിലൂടെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ അല്ലാഹുവിന്റെ വചനമായി എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നു. വിലയിരുത്താനും ചിന്തിക്കുവാനും അല്ലാഹു പരിശുദ്ധമായ റമദാൻ അനുകൂലമായ നിലയിൽ കൂടി സാക്ഷിയാക്കി തീർക്കാൻ വേണ്ടിയിട്ടും ആത്മാർത്ഥമായി ഇനിയുള്ള ഓരോ രാത്രികളും പരിശ്രമിക്കുന്നതിന്, പ്രവർത്തിക്കുന്നതിന് അല്ലാഹു ആരോഗ്യവും ആഫിയത്തും നമുക്കും ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.